إن الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله صلى وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-മാഇദ 111 വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ നിങ്ങൾ. ഈസാ നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട വചനമാണിത്. നോക്കൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ അനുയായികളായ ഹവാരിയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാണ് അല്ലാഹു ചർച്ച ചെയ്യുന്നത്. ഹവാരിയുകൾ ആരാണ്? നാം വഹീ ദിവ്യ സന്ദേശം നൽകിയപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്ക് നൽകുന്ന രൂപത്തിലുള്ള വഹിയല്ല ഇത്. ഹവാരിയങ്ങളിലേക്കാണ്. ഇലൽ ഹവാരിയീന, ഹവാരിയങ്ങളിലേക്ക് നാം ദിവ്യ സന്ദേശം നൽകി എന്ന് പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ മാതാവിലേക്ക് ദിവ്യ സന്ദേശം നൽകിയതുപോലെ അതുപോലെ നിന്മാർക്കല്ലാത്തവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി ചില നിർദ്ദേശങ്ങൾ നൽകാറുണ്ട്. രൂപം നമുക്കറിയില്ല, തോന്നിപ്പിക്കലാണോ സ്വപ്നദർശനമാണോ നമുക്കറിയില്ല, യഥാർത്ഥവും നമുക്കറിയില്ല. പക്ഷേ വിശുദ്ധ ഖുർആനിൽ അത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് വിശ്വസിക്കൽ നമ്മുടെ നിർബന്ധ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, ആരാണ് ഹവാരിയങ്ങൾ? അത് ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ചേർന്ന ആ സത്യവിശ്വാസികളാണ്. ദൃഢമായി വിശ്വസിച്ച, അദ്ദേഹത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദീനിൽ നല്ല പണ്ഡിത്യമുണ്ടായിരുന്നവരാണെന്നും പറയപ്പെടുന്നു. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയുള്ളവരെ കുറിച്ചാണ്, അനുയായികളെ കുറിച്ചാണ് ഹവാരിയുകൾ എന്ന് പറയുന്നത്. ഇത് ഔഹൈതു ഇലൽ ഹവാരിയീന, ആ ഹവാരിയങ്ങളിലേക്ക് നാം ദിവ്യ പ്രബോധനം, ദിവ്യ സന്ദേശം നൽകി, ദിവ്യ പ്രബോധനം നൽകി എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അൻ ആമിനൂ ബി, എന്നെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന്, അതാണ് അല്ലാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഹവാരിയങ്ങളോട് അല്ലാഹു പറയുകയാണ്. റസൂലി, എന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഈസാ ബിൻ മറിയം, ആ ഈസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് വിശ്വസിക്കണമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ദിവ്യ സന്ദേശം നൽകുകയാണ്. ഖാലു, അപ്പോൾ അവർ പറഞ്ഞു, ഹവാരിയങ്ങൾ പറഞ്ഞു, ആമന്നാ, ഞങ്ങളിതാ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ വിശ്വാസികളാണ്, വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. വശഹദ്, നീ സാക്ഷ്യം വഹിക്കണം, ബിഅന്നനാ മുസ്ലിമീൻ, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന്, ഞങ്ങൾ മുസ്ലിമീങ്ങളായിരിക്കുന്നു എന്ന് നീ സാക്ഷ്യം വഹിക്കുകയും ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് അവർ ദൃഢവിശ്വാസം, അവരുടെ ദൃഢവിശ്വാസം അവർ രേഖപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ നോക്കൂ നിങ്ങൾ, ലോക ജനങ്ങൾക്ക് ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന അനുചരന്മാരുടെ സത്യവിശ്വാസത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതാണ് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എന്ന് പറയുന്നത്. എക്കാലത്തേക്കുമുള്ള മനോഹരമായ സന്ദേശങ്ങളാണ് വിശുദ്ധ ഖുർആൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.